എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു മൾട്ടിമീറ്റർ എങ്ങനെ യൂസ് ചെയ്യാം എന്നതാണ്. മാർക്കറ്റിൽ പലതരത്തിലുള്ള മൾട്ടിമീറ്ററുകൾ ഇന്ന് അവൈലബിൾ ആണ്. പക്ഷേ നമ്മളിന്ന് ഇവിടെ എടുത്തിരിക്കുന്നത് സാൻവ CD800A എന്ന് പറയുന്നൊരു മോഡലാണ്. നമ്മൾ മൾട്ടിമീറ്ററിലോട്ട് നോക്കുകയാണെങ്കിൽ ഏറ്റവും ടോപ്പിൽ ഡിസ്പ്ലേ, പിന്നീട് അതിന് തൊട്ട് താഴായിട്ട് ഒരു 5 സ്വിച്ചസ് വരുന്നുണ്ട്. അതിന് താഴായിട്ട് നമ്മൾ ഏത് വാല്യൂ ആണോ സെലക്ട് ചെയ്യുന്നത് അത് സെലക്ട് ചെയ്യാൻ വേണ്ടിയുള്ള റെഗുലേറ്റർ. ഇൻബിൽഡായിട്ട് തന്നെ അതിൻ്റെ 2 പ്രോബും കണക്റ്റഡ് ആയിട്ടാണ് വരുന്നത്. ഡിസ്പ്ലേക്ക് തൊട്ട് താഴെയുള്ള 5 സ്വിച്ചസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യത്തെ സ്വിച്ച് സെലക്ട് ഓപ്ഷൻ, അതായത് നമ്മൾ വോൾട്ടേജ് എന്ന ഓപ്ഷനെ നമ്മൾ റെഗുലേറ്റർ വഴി സെലക്ട് ചെയ്ത് എന്നുണ്ടെങ്കിൽ അതിൽ AC ആണോ DC ആണോ എന്ന് നമ്മൾ ഇതിൽ സെലക്ട് ചെയ്യുക. രണ്ടാമത്തെ ഓപ്ഷനാണ് റേഞ്ച് എന്ന ഓപ്ഷൻ, അതായത് നമ്മളിപ്പോൾ ഓംസ് വാല്യൂ ആണ് ചെക്ക് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഓംസ് വാല്യൂവിൽ ഇട്ടതിന് ശേഷം നമുക്കതിൽ കിലോ ഓം വേണോ മെഗാ ഓം വേണോ എന്ന് നമുക്ക് തന്നെ അതിൻ്റെ റേഞ്ച് സെലക്ട് ചെയ്യാം. മൂന്നാമതായിട്ട് വരുന്നൊരു ഓപ്ഷനാണ് ഡെൽറ്റ RL എന്നൊരു ഓപ്ഷൻ, അതായത് നമ്മളിപ്പോൾ ഒരു വാല്യൂ ചെക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ മിനിമം വാല്യൂ, മാക്സിമം വാല്യൂ എന്നീ രീതിയിൽ ചെക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. നാലാമതായിട്ട് വരുന്ന ഓപ്ഷനാണ് ഹോൾഡ് എന്ന ഓപ്ഷൻ, അതായത് നമുക്ക് എത്രയാണോ വാല്യൂ കിട്ടുന്നത് ആ ഒരു വാല്യൂവിനെ ഹോൾഡ് ചെയ്ത് വയ്ക്കുക. ഏറ്റവും അവസാനത്തെ ഓപ്ഷനാണ്, അതായത് ഫ്രീക്വൻസി ഹെഡ്സ് അല്ലെങ്കിൽ അതിൻ്റെ പെർസെൻറ്റേജ് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പെർസെൻറ്റേജ് സെലക്ട് ചെയ്യുന്ന ഒരു ഓപ്ഷൻ. വാല്യൂസൊക്കെ ചെക്ക് ചെയ്യുന്ന പോയിന്റിലോട്ട് വരികയാണെങ്കിൽ നമ്മൾ റെഗുലേറ്റർ ആദ്യമേ തിരിക്കുമ്പോൾ തന്നെ അത് ഫസ്റ്റിലത്തെ അത് തന്നെ വോൾട്ടേജ് ചെക്ക് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ്. അതായത് AC വോൾട്ടേജ് ആണെങ്കിൽ AC വോൾട്ടേജ്, DC വോൾട്ടേജ് ആണെങ്കിൽ DC വോൾട്ടേജ്. ആ ഒരു സെലക്ഷൻ നമ്മൾ ആ സെലക്ട് ബട്ടണിൽ പ്രസ് ചെയ്ത് AC ആണെങ്കിൽ AC, DC ആണെങ്കിൽ DC, എന്നിട്ട് അത് വരുന്ന വോൾട്ടേജ് നമുക്ക് ഈ 2 പ്രോബ് ഉപയോഗിച്ച് അതിൻ്റെ വോൾട്ടേജ് ചെക്ക് ചെയ്യാവുന്നതാണ്. രണ്ടാമതായിട്ട് വരുന്ന ഓപ്ഷനിൽ നമുക്ക് 4 വാല്യൂ ചെക്ക് ചെയ്യാൻ സാധിക്കും. അതായത് ഒന്നാമതായിട്ട് ഓംസ് എന്നൊരു ഓപ്ഷൻ, പിന്നീട് അടുത്തൊരു ഓപ്ഷനിലോട്ട് പോകണമെങ്കിൽ സെലക്ട് എന്ന ബട്ടൺ പ്രസ് ചെയ്യണം. പ്രസ് ചെയ്യുന്ന സമയത്ത് അടുത്തൊരു ഓപ്ഷനിലോട്ട് പോകുന്നത് ഡയോഡ് ചെക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ. പിന്നീട് ഒന്നും കൂടി നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനിലോട്ടും, പിന്നീട് ഒന്നും കൂടി നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് കപ്പാസിറ്ററിൻ്റെയൊക്കെ വാല്യൂ ചെക്ക് ചെയ്യുന്ന ഒരു പോയിന്റിലോട്ടും പോകുന്നതാണ്. ഓരോ ഓപ്ഷൻസും നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഡിസ്പ്ലേയിൽ അതിൻ്റെ സിമ്പിൾസും കാണിക്കും. മൂന്നാമതായിട്ട് വരുന്നൊരു ഓപ്ഷനാണ് നമുക്ക് വോൾട്ടേജിൻ്റെയൊക്കെ ഹെഡ്സ് ചെക്ക് ചെയ്യുന്നൊരു ഓപ്ഷൻ. അതായത് ആ ഒരു ഓപ്ഷനിൽ ഇട്ടതിന് ശേഷം ലൈനിലും ന്യൂട്രലോട്ട് ഈ 2 പ്രോബ് വയ്ക്കുന്ന സമയത്ത് നമുക്കതിൻ്റെ ഹെഡ്സ് വാല്യൂ കിട്ടുന്നതാണ്. ഏറ്റവും അവസാനത്തെ ഓപ്ഷനാണ് AC വോൾട്ടേജിലും DC വോൾട്ടേജിലും 400 മില്ലി ആംപിയർ വരെ നമുക്ക് ഈ മൾട്ടിമീറ്റർ ഉപയോഗിച്ച് ചെക്ക് ചെയ്യാൻ സാധിക്കും. വീഡിയോ ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക.